പ്രായമായവരിലെ മുട്ടുവേദനയ്ക്ക് വളരെ എളുപ്പത്തിൽ ആശ്വാസം നൽകുന്ന ഒരു ചികിത്സാ മാർഗമാണ് ഫിസിയോതെറാപ്പിയിലെ ജോയിന്റ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. എന്താണ് ജോയിന്റ് മാനിപ്പുലേഷൻ? ശരീരത്തിന്റെ ഭാരം കൂടിയത് കൊണ്ടോ പേശികളുടെ ബലം കുറഞ്ഞത് കൊണ്ടോ സന്ധികൾ കൂടുതലായിട്ട് അടുത്ത് വരികയും അത് ക്രമേണ തേയ്മാനത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇങ്ങനെ തേയ്മാനത്തിലേക്ക് പോയ സന്ധികളെ അടുത്തു വന്ന് ഒരയുന്ന സന്ധികളെ അയവാക്കുവാനായിട്ട് ഒരു ഹൈ വെലോസിറ്റി ത്രസ്റ്റ് കൊടുത്ത് ജോയിന്റിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരു ചികിത്സാ രീതിയാണ് ജോയിന്റ് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. പലർക്കും ജോയിന്റ് മാനിപ്പുലേഷൻ എന്ന് കേൾക്കുമ്പോൾ വളരെ ആശ്ചര്യം തോന്നാം, അതുപോലെ തന്നെ ഒരു കൺഫ്യൂഷനൊക്കെ തോന്നാം. കാരണം ഈ ചികിത്സ ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നലുണ്ടാവുക. എന്നാൽ ഇത് വളരെ നാളുകളായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോലും പ്രചാരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ്. അതുകൊണ്ട് തന്നെ ഈ ചികിത്സയെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന പോലെ ഒന്ന് അടിച്ച് നോക്കുക, ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്താണ് ഈ ചികിത്സയെന്നും ചികിത്സയുടെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളുടെ ഫോണിലൂടെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഈ ചികിത്സയെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ മാറ്റാൻ സാധിക്കും. പ്രായമായ ആളുകളിൽ വളരെ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ അധികം സമയനഷ്ടം കൂടാതെ തേയ്മാനം വന്ന സന്ധികളെ അയവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ജോയിന്റ് മാനിപ്പുലേഷൻ ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത്. ഇതിനായിട്ട് രോഗി അഡ്മിറ്റ് ആവേണ്ട ആവശ്യമില്ല, ഇഞ്ചക്ഷനോ സർജറിയോ വേണ്ടി വരുന്നില്ല. എത്ര ദൂരെ നിന്ന് വരുന്ന രോഗികൾക്കും വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ കഴിഞ്ഞു പോകാവുന്നതാണ്. ഇനി എന്തോരം അയവ് കിട്ടും, ആശ്വാസം കിട്ടുമെന്നുള്ളത് രോഗിക്ക് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അറിയാവുന്നതാണ്. ലഭിക്കുന്ന ആശ്വാസം നിലനിർത്തുവാനായിട്ട് രോഗി നിർദ്ദേശിക്കുന്ന പോലെ കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. പലപ്പോഴും ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം, തേയ്മാനം തുടങ്ങി എല്ലായിടത്തും പോയി എല്ലാവരും സർജറി നിർദ്ദേശിച്ചതിന് ശേഷം മാത്രമാണ് പലപ്പോഴും ഇവിടെ രോഗികൾ വരാറുള്ളത്. ഒരു 99% രോഗികളും വരുന്നത് എല്ലാവരും മുട്ടിന് സർജറി നിർദ്ദേശിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രാക്ടിക്കൽ ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത്, നമുക്കൊരിക്കലും തേയ്മാനം മാറ്റുക അസാധ്യമാണ്. വന്ന തേയ്മാനം മാറ്റാനല്ല ജോയിന്റ് മാനിപ്പുലേഷൻ ചെയ്യുന്നത്. തേയ്മാനം വന്ന സന്ധിനെ ഒന്ന് അയവാക്കുവാനായിട്ടാണ് ജോയിന്റ് മാനിപ്പുലേഷൻ ചെയ്യുന്നത്. അയവാക്കുന്നതിലൂടെ ലഭിക്കുന്ന ആശ്വാസം നിലനിർത്തുവാനായിട്ടാണ് വ്യായാമം നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം മുട്ടിന് വേദന വരുന്ന സമയത്ത് തന്നെ ചികിത്സ തേടുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഈ ചികിത്സാ സെന്റർ നിങ്ങളുടെ സ്ഥലത്ത് നിന്ന് ഒരുപാട് ദൂരെയാണെങ്കിൽ ഈ ചികിത്സ ചെയ്യുന്ന വേറെയും ക്ലിനിക്കുകളും ഉണ്ടാകാം, അവിടെ അന്വേഷിച്ച് നോക്കുക. കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നതിലൂടെ, കൃത്യസമയത്ത് ചികിത്സ ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ആശ്വാസം നമുക്ക് കൂടുതൽ നാള് നിലനിർത്താൻ സാധിക്കും. അതിനേക്കാൾ വലിയ കാര്യം, കൂടുതൽ തേയ്മാനത്തിലേക്ക് പോകാതെ നിങ്ങളുടെ ജോയിന്റിനെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സാധിക്കും. കാല് കൂടുതൽ വളയുന്നത് തടയാൻ സാധിക്കും.